ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സാർവത്രിക പാലിയേറ്റീവ് കെയർ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി കോട്ടയം. കേരളം കൈവരിച്ച പുരോഗതി മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയെന്ന മന്ത്രി എം പി രാജേഷ്. സംസ്ഥാനത്ത് പേവിഷബാധയ്ക്കെതിരെ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സഹകരിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾക്ക് മറ്റന്നാൾ സ്കൂളുകളിൽ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആശയവിനിമയം നടത്തി. ഇത് സംബന്ധിച്ച വിവരം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ബുധനാഴ്ചയാണ് ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള സംഘവുമായി ആക്സിയം 4 ദൌത്യം വിജയകരമായി വിക്ഷേപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 123-ാം പതിപ്പാണിത്. ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. മൻ കി ബാത് രാജ്യത്തെ അടിസ്ഥാന വർഗ ജനവിഭാഗങ്ങളുടെയും യുവാക്കളുടെയും ശബ്ദമായി മാറിയെന്ന് കേന്ദ്ര സഹമന്ത്രി പബിത്ര മാർഗരിറ്റ. യുവജനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള മേര യുവഭാരത് സംഘടിപ്പിച്ച ജില്ലാതല മൻ കി ബാത് ടാലന്റ് ഹണ്ട് സീസൺ 5-ന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം നിറമൺകര മന്നം മെമ്മോറിയൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഫൈനൽ മത്സരത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന 36 കുട്ടികൾക്ക് ഡൽഹിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് അവസരം ലഭിക്കും. 19ാം ധീവര ദിനാചരണത്തിന്റെ ഭാഗമായി അഖില കേരള ധീവര സഭയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ പങ്കെടുത്തു. പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ഹാളിലാണ് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചത്. വൈകുന്നേരം കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയ കേന്ദ്ര സഹമന്ത്രി തുടർന്ന് ചെന്നൈയിലേക്ക് മടങ്ങും. എറണാകുളത്തെ ചെല്ലാനത്ത് ആധുനിക തീരദേശ മത്സ്യഗ്രാമം പദ്ധതി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. 18 മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഇലക്ട്രിക് ഓട്ടോ ഫിഷ് വെൻഡിംഗ് കിയോസ്ക് വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ചെല്ലാനത്ത് അടിയന്തര ചികിത്സാ കേന്ദ്രത്തിനും ശൌചാലയ ബ്ലോക്കിനും കേന്ദ്ര സഹമന്ത്രി തറക്കല്ലിട്ടു. സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജി ചെറിയാനും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി മത്സ്യസമ്പാദി യോജനയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സാർവത്രിക പാലിയേറ്റീവ് കെയർ പരിചരണ പദ്ധതിയുടെയും കേരള കെയർ പാലിയേറ്റീവ് ശൃംഖലയുടെ പ്രവർത്തനത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന ബോധ്യത്തിലൂടെ മാത്രമേ ഇത്തരം സംഭവങ്ങൾ പൂർണ്ണ വിജയത്തിൽ എത്തിക്കാൻ കഴിയൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാലിയേറ്റീവ് കെയർ എന്നത് ഒരു സാമൂഹിക മനസ്ഥിതിയായി ഉയർന്നു വരേണ്ടതുണ്ട്. അത്തരമൊരു പൊതുബോധത്തിലേക്ക് നമ്മുടെ സമൂഹം ഉയരേണ്ടതുണ്ട്. സർക്കാർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ സമൂഹമാകെ ഇതിൽ നല്ല രീതിയിൽ പങ്കുവഹിക്കുന്നിടത്തെത്തണം. അപ്പോൾ ഇത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന ബോധ്യം ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. എറണാകുളം കളമശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രിമാരായ വീണ ജോർജ്, എം പി രാജേഷ്, പി രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി കോട്ടയം. മന്ത്രി എം പി രാജേഷ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നിർവഹിച്ചു. ഈ രംഗത്ത് കേരളം കൈവരിച്ച പുരോഗതി ഇതര സംസ്ഥാനങ്ങളിലുള്ളവർ ആശ്ചര്യത്തോടെയാണ് കാണുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിലാകെ 93% ഇപ്പോൾ കൈവരിച്ചു കഴിഞ്ഞു. കോട്ടയത്തിന്റെ തൊട്ടു പിന്നാലെ കണ്ണൂർ ജില്ല പ്രഖ്യാപിക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും, സർക്കാർ പ്രഖ്യാപിച്ച ലക്ഷ്യം 2025 നവംബർ 1 ആകുമ്പോഴേക്കും കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി, ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്തമാക്കി സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കും എന്ന് അഭിമാനത്തോടെ തന്നെ പറയാം, ആത്മവിശ്വാസത്തോടെ പറയാനാണ്. കോട്ടയം ജില്ലയെ അതിദരിദ്രമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെ മന്ത്രി വി എൻ വാസവൻ അഭിനന്ദിച്ചു. കോട്ടയം ജില്ലയിൽ നിന്ന് 903 കുടുംബങ്ങളാണ് അതിദാരിദ്ര്യ പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. IT രംഗത്ത് കഴിഞ്ഞ 9 വർഷത്തിനിടെ അഭൂതപൂർവമായ വളർച്ചയാണ് കേരളത്തിലുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് എന്നിവിടങ്ങളിലായി 66,000-ഓളം തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ള ആകെ IT കയറ്റുമതി 2016-ൽ
34,123 കോടി രൂപയായിരുന്നത് ഇപ്പോൾ 90,000 കോടി രൂപയായി വർദ്ധിച്ചുവെന്നും മുഖ്യമന്ത്രി സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ നില മാറ്റമില്ലാതെ തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ. വിദഗ്ധ മെഡിക്കൽ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില സസൂക്ഷ്മം വിലയിരുത്തി ചികിത്സ തുടരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിലെ വിവിധയിടങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിൽ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്ന വാർത്ത തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ. ഇന്നലെ ശസ്ത്രക്രിയയ്ക്കിടെ ഒരു ഉപകരണം അപ്രതീക്ഷിതമായി കേടായതുമൂലം പുതിയത് വാങ്ങുന്നതിലെ സാങ്കേതിക പ്രശ്നം മാത്രമാണ് ഒരു ഡോക്ടർ സമൂഹമാധ്യമത്തിൽ കുറിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ശസ്ത്രക്രിയകൾ തുടരെ മുടങ്ങുന്നുവെന്ന വിഷയം ഇതുവരെ സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ലെന്നും ഡോക്ടർ ഉന്നയിച്ച വിഷയം സമഗ്രമായി അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. സാധാരണ ഒരു ദിവസം 4 ശസ്ത്രക്രിയയൊക്കെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇന്നലെ 3 ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഒരു ശസ്ത്രക്രിയ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വിശ്വനാഥൻ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊരു പ്രോബിന്റെ കേടുപാടുണ്ടായി എന്നുള്ളത് കൊണ്ട് ആ ശസ്ത്രക്രിയ നടന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് എന്നുള്ളത് അത് സമഗ്രമായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം. അന്വേഷിക്കട്ടെ. കണ്ണൂരിൽ പേപ്പട്ടിയുടെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന 5 വയസ്സുകാരൻ മരിച്ചു. പരിയാരത്ത് ചികിത്സയിലായിരുന്ന തമിഴ്നാട് സ്വദേശികളായ ദമ്പതികളുടെ മകൻ ഹരിത്താണ് മരിച്ചത്. മെയ് 31 SN പാർക്കിന് സമീപത്ത് വച്ചാണ് കുട്ടിക്ക് തെരുവ് നായയുടെ കടിയേറ്റത്. പേവിഷബാധയ്ക്കെതിരെ സംസ്ഥാനത്ത് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സഹകരിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി മറ്റന്നാൾ സ്കൂളുകളിൽ കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനായി ക്ലാസ് സംഘടിപ്പിക്കും. അസംബ്ലി സമയത്ത് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാകും ക്ലാസ്. ജൂലൈ മാസത്തിൽ സ്കൂളുകളിലെ അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും PTA യോഗങ്ങളിലൂടെ സമാനമായ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും. വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 7 മുതലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. സംസ്ഥാനത്തെ കോളേജുകളിൽ 4 വർഷ ബിരുദ ക്ലാസുകളിലെ പുതിയ ബാച്ച് വിദ്യാർത്ഥികളെ വരവേൽക്കാൻ ജൂലൈ 1 വിജ്ഞാനോത്സവം സംഘടിപ്പിക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മന്ത്രി R. ബിന്ദു നിർവഹിക്കും. വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട കോഴ്സുകൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പുതിയ മൈനർ കോഴ്സുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കോഴിക്കോട് നിന്നും കാണാതായ മലയാളിയുടെ മൃതദേഹം തമിഴ്നാട് വനത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. മുൻപ് സുൽത്താൻ ബത്തേരി സ്വദേശിയായിരുന്ന ഹേമചന്ദ്രന്റെ മൃതദേഹമാണ് ചേരമ്പാടി വനത്തിൽ നിന്ന് കണ്ടെടുത്തത്. ഇയാൾ കഴിഞ്ഞ 20 വർഷം മുമ്പ് ബത്തേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് താമസം മാറ്റിയിരുന്നു. സംഭവത്തിൽ 3 പേർ പിടിയിലായതായി പോലീസ് പറഞ്ഞു. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി സോയിൽ നെയിലിംഗ് നടന്ന ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാകണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സാർവത്രിക പാലിയേറ്റീവ് കെയർ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി കോട്ടയം. കേരളം കൈവരിച്ച പുരോഗതി മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയെന്ന മന്ത്രി MB രാജേഷ്. സംസ്ഥാനത്ത് പേവിഷബാധയ്ക്കെതിരെ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സഹകരിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾക്ക് മറ്റന്നാൾ സ്കൂളുകളിൽ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.